നമസ്കാരം. ഇന്ന് നമ്മൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഉണ്ടാക്കിയാലോ? ബട്ടൂര. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെയുള്ള അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലെങ്ങനെ ബട്ടൂര ഉണ്ടാക്കുന്നത് നോക്കാം. ഹോട്ടലിലൊക്കെ മൈദ ചേർത്തിട്ടാണ് ബട്ടൂര ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ബട്ടൂര ഉണ്ടാക്കുന്നത്. ഇതിന് നല്ലൊരു കോമ്പിനേഷനുള്ള ഒരു കറിയാണ് ചന മസാല. ഇതും വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ബട്ടൂര എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മൈദമാവ് യൂസ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അടുത്തതായി ഇതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് അല്പവും വെള്ളവും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കുക ഇതിനെ. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് 1 മണിക്കൂർ സമയം വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ സമയം വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബട്ടൂര ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. മാവ് നല്ല 1 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിതിനെ വലിപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ചേർക്കുക. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തതായി ചന മസാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. മസാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. 1/4 കിലോ വെളുത്ത കടല, ഇത് 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. കുക്കറിലേക്ക് ഇട്ടിതിനെ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും മഞ്ഞളും ഉപ്പും ചേർത്ത് ഇതിനെ വേവിച്ചെടുക്കാം. കടല വെന്തിട്ടുണ്ട്. നമുക്കിനി അടുത്തതായി ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് ചേർക്കുക. അടുത്തതായി ഇതിലേക്ക് ഒരു ബേ ലീഫ് ചേർക്കുക. പട്ട ഒരു ചെറിയ പീസ് ചേർക്കുക. ജീരകം 1 ടേബിൾ സ്പൂൺ ചേർക്കുക. നന്നായി ഒന്ന് ഫ്രൈ ചെയ്യുക. ഇതിനെ നന്നായി ഒന്ന് വഴറ്റിക്കൊണ്ടുവരിക. ഇതിലേക്ക് സവാള, മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള ചെറുതായി നുറുക്കിയതാണ്. ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റുക. അടുത്തതായി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. നന്നായി വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് തക്കാളി 2 എണ്ണം ചെറുതായി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്മാഷ് ചെയ്തെടുക്കാം. ഇതിന് നല്ല തിക്കായ ഗ്രേവി കിട്ടാൻ വേണ്ടിയാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർക്കുക. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് ഇതിനെ 1 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഇതിനെ 1 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര 1 ടീസ്പൂൺ, ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളുടെ ബട്ടൂര ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കാം.